മഴവന്നൂർ സെയിന്റ് തോമസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ വിധി നടത്തിപ്പിനായി പെരുമ്പാവൂർ ASP മോഹിത് റാവത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി. പ്രതിഷേധവുമായി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാക്കോബായ വിശ്വാസികൾ പള്ളിയുടെ അകത്ത് തുടരുകയാണ്. കെബിൻ കെന്നഡിയുണ്ട് വിശദാംശങ്ങളുമായി. കെബിൻ, ഈ ഏകീകൃത കുർബാന നടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കനക്കുകയാണ്. എത്തരത്തിലാണ് ഇപ്പോൾ അവിടെ നിന്നുള്ളൊരു സാഹചര്യം? വിധി നടത്തിപ്പിനായി എത്തിയ പോലീസ് സംഘം അടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പിന്തിരിയുകയായിരുന്നു. മഴവന്നൂർ സെയിന്റ് തോമസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ പ്രതിഷേധമാണ്. കെബിൻ കെന്നഡിയുണ്ട് വിശദാംശങ്ങളുമായി. കെബിൻ, ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വലിയ പ്രതിഷേധമാണ് എന്നാണ്. കുട്ടികളും മുതിർന്നവരും അടക്കം പ്രതിഷേധ രംഗത്തുണ്ട്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം, കെബിൻ? നിലവിൽ മഴവന്നൂർ സെന്റ് തോമസ് യാക്കോബ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ വിധി നടത്തിപ്പിനായി പെരുമ്പാവൂർ ASP മോഹിത് റാവത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ വിധി നടത്തിപ്പിനായുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, അതായത് കഴിഞ്ഞ സമരങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മുൻനിരയിൽ സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും പ്രായമായവരെയും അണനിർത്തിയുള്ള സമര പ്രതിഷേധത്തിനാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വിധി നടത്തിപ്പിനായി പോയിരുന്ന പോലീസ് സംഘം യാക്കോബ വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിന്തിരിയുകയായിരുന്നു. തിങ്കളാഴ്ച പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട് കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് മഴവന്നൂർ സെന്റ് തോമസ് യാക്കോബ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ ഇത്തരം ഒരു നീക്കവുമായി പോലീസ് എത്തിയിരിക്കുന്നത്. കടുത്ത പ്രതിഷേധം തന്നെയാണ്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അകത്ത് നിന്ന് കടുത്ത പ്രതിഷേധവും ഉയർത്തുന്നുണ്ട്. അതേപോലെ ഒരു കാരണവശാലും പോലീസിനെ അകത്തേക്ക് കടത്തി വിടുകയില്ല. അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതായത് ഈ അഗ്നിശമന സേനയുടെ ഗ്യാസ് പൂട്ട് പൊളിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങുന്നൊരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അതിനെയൊക്കെ കടുത്ത പ്രതിഷേധത്തിലൂടെയാണ് ഇപ്പോൾ വിശ്വാസികൾ നേരിടുന്നത്. അതായത് ഗേറ്റിന് ചുറ്റും പിടിച്ചുകൊണ്ട് പോലീസിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാണ് നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഈ കൊച്ചു കുട്ടികൾ മുൻനിരയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്.
മഴുവന്നൂർ സെയിന്റ് തോമസ് യാക്കോബായ പള്ളിയിലാണ് ഇപ്പോൾ വിശ്വാസികളുടെ കനത്ത പ്രതിഷേധം നടക്കുന്നത്. പള്ളി ഓർത്തഡോക്സ് പക്ഷത്തിന് വിട്ടു നൽകണമെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്നാൽ കനത്ത പ്രതിഷേധമാണ്. ജനങ്ങൾ പള്ളി വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടിലാണ് യാക്കോബായ വിശ്വാസികൾ നിലവിലുള്ളത്. പള്ളിക്കകത്ത് വിശ്വാസികളുടെ വലിയൊരു കൂട്ടത്തെ തന്നെയാണ് കാണുന്നത്. കുട്ടികളും മുതിർന്നവരും അടക്കം ശക്തമായ പ്രതിഷേധവുമായി പള്ളിക്കകത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. വിധി നടപ്പാക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ അതിനനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വിശ്വാസികളെ അനുനയിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും ഈ ഘട്ടത്തിൽ ഫലം കാണുന്നില്ല എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കെവിൻ കെന്നഡി തുടരുന്നുണ്ട്. കെവിൻ, ഈ വിധി നടപ്പാക്കാനാകാതെ പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങുകയാണോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? നിലവിലും പോലീസും ശ്രമം തുടരുകയാണ്. തിങ്കളാഴ്ച കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പള്ളി ഏറ്റെടുക്കുന്നതിനായി വിധി നടത്തിപ്പ് എന്ന ആവശ്യമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. ഇപ്പോൾ പോലീസ് സമരക്കാരിലെ പ്രധാന വ്യക്തികളുമായുള്ള ചർച്ചയാണ് നടക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധത്തിന് അല്പമൊരു ശമനം പോലീസ്. അതായത് ഇപ്പോൾ നിലവിൽ അല്ലെങ്കിൽ ASP ഉൾപ്പെടെ ഉള്ളവർ സമരക്കാരുമായി ചർച്ച നടത്തുകയാണ്. കൊച്ചു കുട്ടികളെ ഉൾപ്പെടെ ഗേറ്റിന് മുകളിലേക്ക് കയറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതില്ല ശരി, പോലീസ് അനുനയ ശ്രമം നടത്തുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഴുവന്നൂർ സെയിന്റ് തോമസ് യാക്കോബായ പള്ളിയിലാണ്
അതിൽ പോലീസ് പിൻവാങ്ങുകയാണ്. ആ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് പിൻവാങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതില പോലീസ് ഉദ്യോഗസ്ഥരുടെ അനുനയ ശ്രമം ഫലം കണ്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ വിധി നടപ്പാക്കാനാകാതെ മടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനാണോ ASP ഹേമന്ത് റാവത്ത് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടുത്തെ CI മറ്റ് പോലീസുകാർ ഒരല്പം പിന്നിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പോലീസുകാരുടെ സേന, അതായത് ഗേറ്റിനടുത്തേക്ക് കൂടി നിന്നിരുന്ന പോലീസുകാർ ഇപ്പോൾ നിലവിൽ കുറച്ച് പുറകിലേക്ക് മാറിയിരിക്കുകയാണ്. അത്രത്തോളം പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് പിൻവാങ്ങുന്നത്. ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്നുണ്ട്. പെട്രോൾ വെച്ചവരുണ്ട്, പള്ളിയുടെ മുകളിൽ കയറിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സംഭവം കണ്ടില്ല. പല അപകടങ്ങളാണ് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എഴുന്നേക്കാൻ പറയുന്നത് അല്ലാതെ നമുക്ക് വേണ്ടിയിട്ടല്ല. നമുക്ക് നിങ്ങൾ എഴുന്നേക്കേണ്ട ആവശ്യമില്ല. ഫോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഉപദ്രവം വരാതിരിക്കാനാണ് പറയുന്നത്, എഴുന്നേൽക്കാൻ വേണ്ടി പറയുന്നത്. മനസ്സിലായോ? കുടുംബത്തിന് മാനസാദരം കൊടുക്കാൻ വേറെ പല സംഭവം ഒരാളും പോവില്ല. ഇവിടെ പള്ളിയാണ്. കെവിൻ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കെവിൻ, ഈ പോലീസ് വീണ്ടും അനുനയ ശ്രമം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു സമാധാനപരമായ ചർച്ചയാണോ? അങ്ങനെയാണോ അത് മുന്നോട്ട് പോകുന്നത്? സ്ത്രീകളെ പിള്ളേരെ ഉപദ്രവിക്കുന്നത് ഹൈക്കോടതി അതേ നിയമത്തിൽ പറഞ്ഞേക്കറിയാ. എന്നിട്ട് നിങ്ങൾ എന്താ കാണിച്ചവിടെ? പിള്ളേരെ കൈ കയറി പിടിച്ചു കേട്ടോ. അതാണോ? ശരിയല്ല സാറേ, ഇതൊന്നും ശരിയല്ല. ഉപദ്രവിക്കുക സാറേ, അങ്ങനെ ചെയ്യില്ല. മാനുഷിക പരിഗണന വേണം എല്ലാവർക്കും. കാര്യം നിങ്ങൾ നിയമം നടത്താൻ പോകുന്ന ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. പക്ഷെ അത്രയും ചെയ്യരുത് സാറേ. കൊച്ചു പിള്ളേരാരെ നിങ്ങൾ പിടിച്ചു നിർത്തിയപ്പോ
ഞങ്ങളുടെ പള്ളി ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. കൊച്ചിന്റെ കൈ പിടിച്ച് ഉപദ്രവിക്കരുത്. നിശ്ചില്ലാത്ത കൊച്ചിന്റെ കൈ പിടിച്ച് തിരിച്ച് നാശാക്കി കളഞ്ഞു. നിയമമാണ് പോലീസ് കാണിക്കുന്നത്. ഞങ്ങളാരും പറഞ്ഞിട്ടല്ല അവര് പള്ളിയാണ് നാല് വീട്ടുകാർ മാത്രമേ ഉള്ളൂ. 4 വീട്ടുകാര് അവർ വെച്ച് ഈ പള്ളി അങ്ങനെ നടന്നു പോകും. ഇത്രയും വലിയ പള്ളി ഇപ്പോൾ അവരുടെ വീട്ടിൽ ഒരു മരണം ഉണ്ടായ ഞങ്ങൾ തന്നെ പോയി ആ പരിപാടി എടുത്തുകൊണ്ടേ. അവരുടെ വീട്ടിൽ കല്യാണം ഉണ്ടായ ഞങ്ങൾ പോയി എടുത്തുകൊണ്ടേ. എന്നിട്ടാണ് അവർ ഈ പരിപാടി വലിയൊരു അപകടത്തിലേക്കാണ് ഇത് പോകുന്നത്. പോലീസ് അറിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഈ ഗേറ്റ് പൊട്ടിച്ചാടും. മരണം സംഭവിക്കും. അതുകൊണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ സംഭവിച്ചില്ല. 4 വീട്ടുകാർക്ക് വേണ്ടി 1600 വീട്ടുകാർ ഈ പള്ളിയിൽ ഇറങ്ങുന്ന പോലെ എവിടുത്തെ നിയമമാണിത്? എന്ത് നിയമമാണ്? ഞങ്ങളുടെ ജീവൻ കളഞ്ഞോട്ടെ. ഞങ്ങൾക്ക് ഒരു പരാതിയില്ല സാറുമാരെ. ഞങ്ങൾ കൊന്നാലും വിട്ടുകൊടുക്കാമല്ല. ഇവരെ ഒരു 10 രൂപ പോലും തരാത്തവരാ. എല്ലാ ഞായറാഴ്ചയും തന്നെ ഈ പള്ളിയിൽ വന്ന് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ അച്ഛന്മാരുടെ കുർബാന കയ്യുമൊത്തി പോണവരാ അവർ കേസ് കൊടുത്തേക്കണത്. കള്ളന്മാർക്ക് കോട്ടയത്തുനിന്ന് കള്ളപ്പണം വന്ന് കിട്ടിയപ്പോൾ അവർ കേസ് കൊടുത്തേക്കണത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് കല്ലും മണ്ണും മണലും ചുമന്ന് പണിത പള്ളി. 4-5 ദിവസമായി ഉറങ്ങിയിട്ട് മഴുവന്നൂർ സെന്റ് തോമസ് യാക്കോബായ പള്ളിയിലാണ് ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം നടക്കുന്നത്. കോടതി വിധി നടപ്പാക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ തടയുകയാണ് വിശ്വാസികൾ. മുതിർന്നവരും കുട്ടികളും അടക്കം ശക്തമായ പ്രതിഷേധമാണ് പള്ളിയിൽ നിലവിലുള്ളത്. ഒരു കാരണവശാലും പള്ളി വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലാണ് വിശ്വാസികൾ. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് മാറി നിൽക്കുന്നതാണ് കാണുന്നത്. അന്വയ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതുമാണ് മനസ്സിലാക്കുന്നത്.